എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇത് കേരള ടു കാശ്മീരിലെ സെക്കൻഡ് പാർട്ടാണ്. ഫസ്റ്റ് പാർട്ട് കാണാത്തവരൊന്ന് കണ്ടു നോക്കണേ. ഡൽഹിയിൽ നിന്ന് നേരെ കാശ്മീരിലേക്ക് നമ്മൾ ട്രെയിനാണ് പോയിട്ടുണ്ടായത്. ജമ്മു താവിൽ നിന്ന് നേരെ നമ്മളൊരു ട്രാവലർ വഴിയാണ് ശ്രീനഗറിലേക്ക് പോയിട്ടുണ്ടായത്. ഏകദേശം നമ്മളിവിടുന്ന് 5 മണിക്കാണ് ശ്രീനഗറിലേക്ക് പുറപ്പെട്ടത്. വൈകുന്നേരം ഒരു നൈറ്റായിന്, ഒരു 8 മണിയായിരുന്നു നമ്മൾ ശ്രീനഗറിലെത്തുമ്പോഴേക്ക്. നമ്മൾ ശ്രീനഗറിൽ പോയിക്കൊണ്ടിരിക്കുന്നതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ വ്യൂസും കാര്യങ്ങളാണ്. അത്യാവശ്യം നല്ല ട്രാവലിംഗ് ഉണ്ട്. നോക്കിയാ നല്ല രസമുണ്ടാണ് കാണാൻ വേണ്ടിട്ട്. എന്താന്ന് വടിയും കൊണ്ട് നടക്കുന്നത്? നമ്മളൊരു 8 മണിയായപ്പോൾ കാശ്മീരിലേക്ക് എത്തി, ശ്രീനഗറിലേക്ക് എത്തിയിട്ടുണ്ടായിന്. അവിടെ നല്ല കാശ്മീരി ഗാവ കിട്ടും. പിന്നെ നമ്മൾ ഫ്രഷപ്പ് എല്ലായിട്ട് നമ്മൾ ആദ്യം പോകുന്നത് ഗുൽമാർഗിലേക്കാണ്. നല്ല തണുപ്പും കാര്യങ്ങളെല്ലാം ഉണ്ടായിന്. മഞ്ഞ് കാണാൻ പോകുന്ന എക്സൈറ്റ്മെൻറ്റിലാണ് ഞാൻ. നമ്മൾ ഡ്രസ്സിങ് ചെയ്തത് കുറേ ലെയേഴ്സ് ഇട്ടിട്ടുണ്ടായിന്. അത്രക്കും നല്ല തണുപ്പാണ് അവിടെ. ഇപ്പോൾ കുട്ടികളെയും കൊണ്ട് പോകുമ്പം ശ്രദ്ധിക്കുക, സീസൺ ടൈമിൽ പരമാവധി പോകാണ്ടിരിക്കുക. ഗുൽമർഗിലേക്ക് പോകുന്നുള്ള വിഷ്വൽസാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പോകുമ്പോൾ തന്നെ ചെറുങ്ങനെ മഞ്ഞും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിന്. ശ്രീനഗറിൽ നിന്ന് അത്യാവശ്യം നല്ല ലോങ് ഉണ്ട് ഗുൽമർഗിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. പിന്നെ പോകുന്ന വഴിയിൽ തന്നെ നമ്മൾ ഷൂസും കാര്യങ്ങളൊക്കെ ജാക്കറ്റൊക്കെ എക്സ്ട്രാ വാങ്ങി, അതായത് റെൻറ്റിനെടുത്ത്. ഓൾറെഡി നമ്മളെ കയ്യിൽ ജാക്കറ്റ് ഉണ്ട്, അതിൻ്റെ കൂടെ ഒരു ജാക്കറ്റും കൂടി എക്സ്ട്രാ വാങ്ങി. അപ്പോൾ നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റില്ല അതിൻ്റെ തണുപ്പ് എത്രയാണെന്നുള്ളത്. നിങ്ങൾ കാശ്മീർ പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഒരു പാക്കേജ് വഴി പോകുന്നതായിരിക്കും ഏറ്റവും കൂടുതൽ ബെറ്റർ. അങ്ങനെ നമ്മൾ ഗുൽമർഗിലേക്ക് എത്തി. പിന്നെ അവിടെ നിന്ന് കുറച്ചും കൂടി നടക്കാനുണ്ട്. നമ്മൾ ട്രാവലർ അവിടെ പാർക്ക് ചെയ്തിട്ട് നമ്മൾ നേരെ നടന്നിട്ടാണ് പോയിട്ടുണ്ട്. അത് കുറച്ചധികം തന്നെ നടക്കാനുണ്ട്. എല്ലാവരും നല്ല എക്സൈറ്റ്മെൻറ്റിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. മഞ്ഞ് കണ്ട സന്തോഷത്തിൽ എൻ്റെ മഫ്ലർ ഓഡിയോ മിസ്സായി. പിന്നെ നമുക്ക് ബ്രീത്ത് ചെയ്യാൻ എനിക്ക് നല്ല പ്രയാസം ഉണ്ടായിന് മഫ്ലർ യൂസ് ചെയ്യാത്തത് കൊണ്ട്. ഇതാണ് ഗൊണ്ടോള റൈഡ്. ഇതിൻ്റെ ടിക്കറ്റും കാര്യങ്ങളൊക്കെ ഓൾറെഡി നമ്മൾ ഓൺലൈനിൽ നിന്ന് ബുക്ക് ചെയ്തിട്ടുണ്ടായിന്. ഇടത്തിക്കാനും കറിക്കാം. നിർത്തില്ല മോനെ. ഓക്കെ, എല്ലാരും ആയി. നമ്മളടക്കണ്ട, അവരടച്ചോളൂ. കുറച്ച് സമയം തന്നെ എടുക്കണം ഓൾറെഡി വീഡിയോ ഓപ്പണാ.
നോക്കിക്കോ, നമുക്ക് വീഡിയോ ഉൾപ്പെടുത്തല്ലായിരിക്കും. എന്റെ ഫോട്ടോ വീഡിയോ വീഡിയോ അഡ്വഞ്ചർ അല്ല. നമുക്ക് കുതിര സവാരി ഉണ്ടാവില്ലേ? വേണമെങ്കിൽ ചെയ്യാം. അവിടെ ആളുണ്ടല്ലോ താഴെ. അതയിലോട്ട് കയറി പിന്നീട് അങ്ങനെ നമ്മൾ ഫസ്റ്റ് ഫേസിലെത്തി. അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് സെക്കൻഡ് ഫേസിൽ നമ്മൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിന്. ഇത് നമ്മൾ സെക്കൻഡ് ഫേസിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ മഫ്ലർ മിസ്സായത് കൊണ്ട് തന്നെ എനിക്ക് തീരെ പറ്റുന്നുണ്ടായിട്ടില്ല. ഇങ്ങനെ ബ്രീത്ത് എടുക്കാൻ ശ്വാസം മുട്ടുന്ന പോലെയുള്ള എനിക്ക് ഫീൽ ചെയ്ത്. അപ്പോൾ കുറച്ച് മഞ്ഞായിട്ട് ഇങ്ങനെ ഇത് സെക്കൻഡ് ഫേസിലേക്ക് എത്തി. കുറച്ച് ഫോട്ടോസും കാര്യങ്ങളും എടുത്ത് പിന്നെ സ്നോഫോൾ കിട്ടാത്തതുകൊണ്ട് ഞാൻ തന്നെ മഞ്ഞ വാരിയിട്ട് എൻ്റെ മേത്തിടുന്ന വിഷ്വൽസാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെ എനിക്ക് 10 മിനിറ്റ് കൂടുതൽ നിൽക്കാൻ പറ്റിയിട്ടില്ല. നല്ല ബ്രീത്തിങ് പ്രോബ്ലം ഉണ്ടായിന്. കാരണം ഒരു മഫ്ലറും 2 ആളും എന്നുള്ള രീതിയിലായിപ്പോയി. അവിടെ എത്തിക്കഴിഞ്ഞാൽ മാഗിക്ക് 100 രൂപയാവും. ഇവിടുത്തെ 12 രൂപേൻ്റെ മാഗിക്ക് അവിടെ എത്തിക്കഴിഞ്ഞാൽ 100 രൂപയാവും. ആ തണുപ്പിൽ അത് തിന്നാനും നല്ല വൈബെല്ലാം തന്നെയാണ്. എൻ്റെ കണ്ടീഷൻ കണ്ടിട്ട് സ്വാധീനം നല്ലൊരു പേടിയും കാര്യങ്ങളായപ്പോൾ എന്നോട് എനിക്ക് ഉപദേശം തരും. ഗ്രൂപ്പായിട്ട് നിൽക്കാൻ നാളെ നമ്മൾ പിന്നെ മഞ്ഞളെടുത്ത് തന്നെ പോകുന്ന നമ്മളെ നേരെ ശ്രീനഗറിലേക്ക് വിട്ട് റൂമിലെത്തി. നല്ല പനിയായി, ശ്വാസം മുട്ടലായി, തീരെ എനിക്ക് പറ്റുന്നില്ല, നാളെ പോകാൻ പറ്റൂല എന്നുള്ളൊരു രീതിയായി. പിന്നെ എല്ലാവരും എന്നെ വലിച്ചു കൊണ്ടുപോയി കാശ്മീരിലെ നൈറ്റ് വൈബ് ആസ്വദിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ ഒരു മെഡിസിൻ കഴിച്ചിട്ട് ഓൾറെഡി ഞാൻ എല്ലാ മെഡിസിനും കരുതിയിട്ടാണ് വന്നിട്ടുണ്ടായത്. അതുകൊണ്ട് അവിടെ നിന്നൊരു പാരസെറ്റമോളും കഴിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഇവരപ്പുറം പോയി. നല്ല അടിപൊളി ഫീലായിരുന്നു നൈറ്റ് പോകാൻ വേണ്ടിയിട്ട് തന്നെ. നല്ല തണുപ്പും കാര്യങ്ങളും. അങ്ങനെ എല്ലാവരും പോയി. പിന്നെ അവിടെ നല്ലൊരു മട്ടൻ കബാബ് കിട്ടും. മസ്റ്റ് ട്രൈ ആയിട്ടുള്ള ഒരു ഐറ്റമാണ് മട്ടൻ കബാബും. അതിൻ്റെ കൂടെ ഒരു റൊട്ടിയും കിട്ടും, അതിൻ്റെ ഒരു സാലഡും. അത് മസ്റ്റ് ട്രൈ ആയിട്ടുള്ളൊരു സംഭവമാണ്. നിങ്ങൾ കാശ്മീർ പോകുന്നുണ്ടെങ്കിൽ എന്തായിട്ടും മസ്റ്റായിട്ട് അത് വാങ്ങിയിട്ട് കഴിച്ചിരിക്കണം. പിറ്റേ ദിവസം നമ്മൾ സോനമർഗിലേക്കാണ് പോയിട്ടുണ്ടായത്. രാവിലെ തന്നെ അവിടെ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് നമ്മൾ രാവിലെ തന്നെ അവിടെ നിന്ന് ഇറങ്ങി. ഓൾറെഡി ഞാൻ നെറ്റിൽ നോക്കുന്നുണ്ട് അതിന് സ്നോഫോൾ കിട്ടുമെന്നുള്ളത്. കിട്ടുമെന്നുള്ളൊരു എക്സൈറ്റ്മെൻറ്റിലാണ് ഞാൻ ഈ പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഞാൻ ആഗ്രഹിച്ച പോലെ തന്നെ സ്നോഫോൾ നമുക്ക് എല്ലാവർക്കും കിട്ടി. അത് കണ്ടപ്പോൾ എൻ്റെ സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമായി. കാരണം ഞാൻ അത്രയും ആഗ്രഹിച്ചതാണ് സ്നോഫോൾ കിട്ടണം എന്നുള്ളത്. ഞാൻ ഈ പാക്കേജിൽ പോകുമ്പോൾ തന്നെ അവനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു സ്നോഫോൾ കിട്ടോ എന്നുള്ളത്. 2 മനസ്സോടുകൂടിയാണ് ഞാൻ കാശ്മീർ യാത്ര സെലക്ട് ചെയ്ത് തന്നെ. അപ്പോൾ എനിക്ക് സ്നോഫോളൊക്കെ കിട്ടി. വീഡിയോ മലയാളി ഫ്രം ഇന്ത്യ. അച്ചു
വെൽക്കം ടു സോണമർഗ്. ये दुनिया, ये कश्मीर. कश्मीर वाला स्नोफॉल. कश्मीर. So, where is the city? അടി. കാശ്മീർ മണ്ണിൽ നല്ല ടീ കുടിക്കും. ഓക്കെ നടന്നോ. അന്ന് നല്ല ഹെവി സ്നോഫോൾ ആയതുകൊണ്ട് തന്നെ നമുക്ക് പിന്നെ അന്ന് റൂമിലേക്ക് പോകാൻ പറ്റിയിട്ടില്ല. നമ്മൾ അവിടെ തന്നെ പെട്ടുപോയൊരു ദിവസം. അവിടെ തന്നെ ഒരു റൂമെല്ലാം എടുത്തിട്ട് നമ്മളെല്ലാവരും അന്നത്തെ ദിവസം അവിടെ തന്നെ സ്റ്റേ ചെയ്ത് മോർണിംഗ് വിൻഡോ തുറന്നപ്പോൾ ഒരു വൈബ്. അങ്ങനെ അവിടെ നിന്ന് നേരെ നമ്മൾ റൂമിലേക്ക് തിരിച്ച് പിറ്റേ ദിവസം നമ്മൾ പോയിട്ടുണ്ടായത് ദാൽ ലേക്കിലേക്കാണ്. തണുപ്പുണ്ട്. ആ ദാൽ ലേക്ക് മൊത്തം ഫ്രീസായിട്ടുള്ളത്.
സൈഡ് കിട്ടും. Inside is very big. കൊണ്ട് ദാൽ തടാകം ഫ്രീസ് ആയിട്ട് നിന്നു. ബാലൻസ് 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 ചിരിച്ചെല്ലാരും ചിരിച്ചോ? അങ്ങനെ നമ്മൾ കാശ്മീരിൽ നിന്ന് നേരെ ഡൽഹിയിലേക്ക് പോവാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇത് ഞാൻ വ്ളോഗിനായിട്ട് എടുത്ത വീഡിയോസ് അല്ല, എനിക്ക് പേഴ്സണലി ഞാൻ അവിടെ പോയപ്പോൾ എടുത്ത വീഡിയോസാണിത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ടാറ്റാ ബൈ ബൈ, സീ യു.